ഹായ്, നമസ്കാരം. ഷാജീസ് കൊറിയനോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടൂർ വന്നായിരുന്നു ഇവിടെ, അന്നത്തെ കുഞ്ഞു പ്രായത്തിൽ. അപ്പോൾ അന്ന് കാണാൻ തൊട്ട ഒരു പ്രതിമയാണ് കാനായി കുഞ്ഞിരാമൻ നായർ ശില്പി. ഒരു മനോഹരമായ ഒരു സൃഷ്ടി. നോക്കിയേ, മീനും കൊണ്ട് വേസ്റ്റിടാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കോണം പരിപാടി. ഹെലികോപ്റ്റർ. ഇന്നത്തെ ബ്ലോഗ് ശംഖുപുരം ബീച്ചിലെ ഹെലികോപ്റ്റർ എടുത്തു വെച്ചേക്കുന്ന ചില കാഴ്ചകൾ. ഇത് മാത്രമല്ല, വേറെയും കടലിൻ്റെ ചെറിയ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കപ്പെടുന്നു. ഇത് ഹെലികോപ്റ്ററിൻ്റെ ഉൾവശത്തുള്ള ഇപ്പോൾ പട്ടാളത്തിൻ്റെ എന്തോ ഒരു സംഭവമാണ് ഈ ഹെലികോപ്റ്റർ. അറിയാവുന്നവർ കമൻ്റ് ഇടുക. എനിക്കറിയാം എന്താണ് സംഭവം. ഗൈസ്, മൊത്തമായി ഈ വീഡിയോ കാണുക, എന്നാലേ എല്ലാവർക്കും മനസ്സിലാകുള്ളൂ. ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററാണ്. ഇത് പല പല യുദ്ധങ്ങളിലൊക്കെ ഇത് പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കല്ലിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്ക് അത്ര വലിയ അറിവില്ല വായിക്കാൻ. 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു ഹെലികോപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നു. അപ്പോൾ നമ്മളും വന്ന് റൗണ്ട് അടിച്ച് വീഡിയോ എടുക്കുന്നു. ഇത് മൊത്തമായി കാണുക. ഈ സൈഡിൽ ഇതാണ് ഫ്രണ്ട് വശം ഹെലികോപ്റ്ററിൻ്റെ. അപ്പോൾ ഒരുപാട് കുട്ടികളും പിള്ളേരൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, കുഞ്ഞു കളിക്കുന്നുണ്ട് പിള്ളേർ. ഇതാണ് ഹെലികോപ്റ്റർ ഓടിക്കുന്ന ആള്, പൈലറ്റ് ആളാണ്. ഇരിക്കുന്ന ഭാവമാണ് ഈ ഫ്രണ്ട് വശം. ഇതെല്ലാവരും വായിക്കുക. ഈ സംഭവം ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഈ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ സെറ്റായിരുന്നു. ഇപ്പോൾ ഈ കുഞ്ഞിന് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി ഉൾവശം ഒക്കെ കാണണമെന്ന് ആഗ്രഹം. അപ്പോൾ അതിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തതാണ്. ഇത് വള്ളങ്ങൾ ഇടുന്ന ഭാഗമാണ് ശംഖുപുരം ബീച്ചിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ വള്ളം ഇറക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ അടുത്ത പ്രാവശ്യം ഇടുന്നതായിരിക്കും. നാളെ മറ്റന്നാൾ ഇടുന്നതായിരിക്കും. ഇത് നല്ലൊരു കാഴ്ചയാണ് ശംഖുപുരം ബീച്ച്. നേരത്തെ ശകലം കൂടെ കടൽ ഇറങ്ങിയായിരുന്നു, പുറമോട്ടൊക്കെ ഇറങ്ങായിരുന്നു. എന്നാലും പറ്റത്തില്ല. നമ്മൾ കടലിൻ്റെ സൈഡിലോട്ട് ഇറങ്ങുമ്പോൾ ലൈഫ് ഗാർഡ് വീസിലടിക്കും. അപ്പോൾ അവിടെയൊക്കെ എന്നെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി പോയിരുന്നു. എന്നാൽ നമ്മൾ അപ്പുറത്തെ സൈഡ് വഴി വേറെ സൗണ്ടും വഴി ഇറങ്ങാം. തിരമാലയടിച്ച് ഓരോരുടെ ജീവിത സൗഭാഗ്യങ്ങളായ കെട്ടിടങ്ങൾ, ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് കെട്ടിടമായിരുന്നു പോയി ഈ തിരമാല അടിച്ച് കയറി. ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോ മുന്നിൽ കയറി ഞാൻ എടുത്തിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചിരുന്നില്ല. ഈ സൈഡിൽ കൂടെ ഞാൻ അങ്ങോട്ട് പോയിരുന്നു കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ എൻ്റെ അതിലൊക്കെ ഒരുപാട് തിരമാലകളെല്ലാം അടിച്ച് പോയിരുന്നില്ല. ഇടിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അന്ന് എനിക്ക് വിഷമായി കാഴ്ചകൾ കണ്ടു. തിരമാലകൾ ഇങ്ങനെ ആർത്തൊളിഞ്ഞ് നിൽക്കുന്നു. ഇതെൻ്റെ കാൽപ്പാടുകളാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും 4 കാറ്റിലാണ്. കുടിക്കുക, വെള്ളം കുടിക്കുകയാണ്, കളിക്കുകയാണ് ഞാൻ. ഈ സ്ക്രീനിലാണ് ഞാൻ സ്വന്തമായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മക്കളെ കേട്ടോ, കടലിൻ്റെ കലി നിരോധിത മേഖലയാണ്. എന്നാലും ഇറങ്ങി നമ്മൾ ബ്ലോഗ് ചെയ്യുക. മൊത്തം തകർന്ന് അടിഞ്ഞ് കിടക്കുക. ശംഖുപുരം ബീച്ചിലെ പോകണം. നോക്കിയേ,
പുതിയതായി നമ്മുടെ ചാനൽ കാണുന്നത് തീർച്ചയായും സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ കാഴ്ചകളും വിശേഷങ്ങളുമായി ഷാനീസ് തുടങ്ങിയ ബ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ശരിയെന്ന കാഴ്ചകൾ കാണുക, അഭിപ്രായം തരുക. എല്ലാവരും സുഖമായിരിക്കുക. ഞാൻ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബേഴ്സൊക്കെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം ആകാൻ പോകുന്നു. ഒരു വർഷം ആകുമ്പോൾ നമുക്ക് 700 സംതിങ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ ശരിയെന്നാൽ ഓക്കെ.